മഹാഭാരതം കഥ മാത്രമാണ്. അതിനെ പിൻപറ്റി നമുക്ക് തോന്നിയ പോലെ കഥകളും കഥാപാത്രങ്ങൾക്കും വ്യത്യാസം വരുത്താം എന്ന രീതിയിലൊക്കെ എഴുതി അവരൊക്കെ വലിയ എഴുത്തുകാരായി മാറുകയും ചെയ്യുമ്പം എന്താണോ അത് എഴുതിയ ആ ആളോട് നീതി പുലർത്താതെ പോയി ഈ സാഹിത്യകൃതികളെന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ? എല്ലാ സാഹിത്യകൃതികളും എന്ന അഭിപ്രായം പോയിട്ടില്ല. ഇപ്പോൾ നീതി പുലർത്തിയവയുണ്ട്. നീതി പുലർത്തിയവയും, അതായത് അതിനെ ഒരു തപസ് പോലെ അതിനെ അനുസന്ധാനം ചെയ്ത ആളുകളുണ്ട്. അതിൻ്റെ സത്ത എടുത്ത് അവരതിനെ എങ്ങനെയാണോ, അത് വലിയ ഒരു സാഗരത്തിൽ നിന്ന് അവരുടെ കുടന്നയിൽ കൊള്ളുന്നത് അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെ ഒരു തപസ് പോലെ തന്നെ അതിപ്പോൾ അതിൽ പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മനോഭാവം അതിനെ ശുദ്ധീകരിക്കും. ഉദ്ദേശശുദ്ധി കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാകുന്നത് നിങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് ആ വിഷയം തെറ്റിക്കഴിഞ്ഞാൽ പോലും അത് ആളുകളിലേക്ക് പകരുന്ന സത്ത ശുദ്ധമായിരിക്കും. അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അത് അതേസമയം നിങ്ങൾ ഏത് മനോഭാവത്തോടു കൂടി ഒന്നിനെ സമീപിക്കുന്നു, ഏത് മനോഭാവത്തോടു കൂടി ഒരു കർമ്മത്തിൽ ഏർപ്പെടുന്നു, അതാണ് സ്വീകരിക്കുന്ന ആളുകളിലുള്ള സ്വാധീനം ഉണ്ടാവുക. ഇപ്പോൾ ഒരേ ചിത്രം, ഇപ്പോൾ പലപ്പോഴും ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ്. അതായത് എം.എഫ്. ഹുസൈൻ ഇവിടെ ഭാരതത്തിലെ ദേവതകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സമയത്ത് അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതിന് ക്ഷേത്രങ്ങളിലെ ശില്പകലകൾ എന്താണ്? അപ്പോൾ എന്താണ് നിങ്ങളുടെ മനോഭാവം ഉള്ളിൽ? ആ മനോഭാവമാണ് നിങ്ങളുടെ സൃഷ്ടിയിലൂടെ നിങ്ങൾ അനുവാചനയിലേക്ക് പകരുക. അപ്പോൾ അത് ശുദ്ധമായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ടാണെങ്കിൽ അവിടെ ശാന്തി ഉണ്ടാവും. നിങ്ങൾ അശുദ്ധമായിട്ടുള്ള ഭാവിയോട് കൂടിയിട്ടാണെങ്കിൽ അവിടെ അതിൻ്റെ അശുഭം ഉണ്ടാവും. ആ രീതിയിലാണ് മുന്നോട്ട് പോവുക. ഇപ്പോൾ രണ്ട് ഭാര്യയും ഭർത്താവും ചുംബിക്കും. ഹോട്ടലിൽ പോകുമ്പോൾ തുപ്പലം അതിൽ വീണാൽ, ഉമിനീര് വീണാൽ വെയിറ്റർ അത് വീണ് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടില്ല. ഈ ഒരു വ്യത്യാസം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. നിങ്ങളുടെ കാലം, ദേശം, സാഹചര്യം, ഏറ്റവും അടിസ്ഥാനം നിങ്ങളുടെ ഭാവം എന്താണ്? ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാവം എന്താണ്? അത് മംഗളമുണ്ടാക്കണോ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിന്ന് മംഗളം ഉണ്ടാവും. ഇപ്പോൾ ധാരാളം ആളുകൾ ഈ സംസ്കൃതിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അകത്തേക്കുള്ള യാത്ര ആളുകളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ധാരാളം ടെക്നിക്സുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യോഗയ്ക്ക് തന്നെയാണെങ്കിലും പുതിയ തരം യോഗകൾ വരുന്നുണ്ട്, പുതിയ സ്കൂൾ ഓഫ് തോട്ട്സ് വരുന്നുണ്ട്, ആശ്രമങ്ങൾ വരുന്നുണ്ട്, മൂവ്മെൻറ്റുകൾ വരുന്നുണ്ട്. അവർ സാമൂഹ്യ സേവനം ചെയ്യുന്നുണ്ട്, ആളുകളെ മെഡിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്, ആളുകളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്ര ഇവർക്കൊക്കെയുള്ള ഉദ്ദേശശുദ്ധി എന്നുള്ള പൊതു തത്വം കൊണ്ട് തന്നെ ഇത് പാരമ്പര്യത്തിൽ നിന്ന് വിഭിന്നമായി പോകുന്നു എന്നുള്ളത് ഒരു കുഴപ്പമില്ലാതെ കാണാൻ പറ്റുമോ? അതായത് പാരമ്പര്യം എന്ന് പറയുന്നൊരു കാര്യം 5 നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ 5 സഹസ്രാബ്ദം മുമ്പ് എന്താണോ അന്നത്തെ കാലത്ത് ആളുകൾ ചെയ്തിരുന്നത് അത് തന്നെ ഇന്നത്തെ കാലത്ത് ആളുകൾ ചെയ്യുക എന്നുള്ളതല്ല. അതിൻ്റെ ആ സത്ത തന്നെയാണോ നമ്മളെന്നും പകർന്നു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു രസകരമായിട്ടൊരു അനുഭവം പറയുകയാണെങ്കിൽ, ഇതിന് മുമ്പുണ്ടായിരുന്ന ഹരിദ്വാർ കുംഭമേളയുടെ സമയത്ത് അന്നത്തെ ഒരു നാഗബാബയുടെ ശിബിരത്തിൽ നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അവരുടെ എപ്പോഴും നാഗബാബമാരിയ്ക്കുമ്പോൾ മുമ്പിൽ ഒരു ധൂനി ഉണ്ടാവും, ഒരു ഹോമകുണ്ടം ഉണ്ടാവും. അമ്മ ഹോമകുണ്ടത്തിൽ ചായ ഉണ്ടാക്കും, അവിടെ നിന്ന് ബീഡിക്ക് തീ കൊളുത്തും, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. അപ്പോൾ നമ്മൾ വരുന്നു, അദ്ദേഹം ഇതുപോലെ ചായ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് എടുത്തു വെച്ചു. അപ്പോൾ യാദൃശ്യമായ ഒരു സംഭാഷണം എന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ചു, ഈ വേദം എന്നാണ് ഉണ്ടായേ എന്ന് ചോദിച്ചു. ആ പുസ്തകം എടുത്ത് വെച്ചിട്ടായിരുന്നു നോക്ക്, ഫസ്റ്റ് പബ്ലിഷ്ഡ് എന്ന് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, അത് ശ്രുതിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ, എന്നാൽ ആദ്യം പറഞ്ഞ ഒരാളുണ്ടാവുമല്ലോ, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തോ എന്ന്. പിന്നെ പല കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിലാക്കിയാൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയത്ത് വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ ചോദ്യം, പിന്നെ ഒരു ദിവസം വീണ്ടും ചോദ്യം, വേദം അപൗരുഷേയമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. ഞാൻ പറഞ്ഞു, ഇത് ഒട്ടും പഴയതല്ല, ഏറ്റവും പുതിയതാണ്. അതായത് വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ആ പ്രപഞ്ച മനസ്സുമായിട്ട് അല്ലെങ്കിൽ സമഷ്ടി മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിച്ച വ്യഷ്ടി മനസ്സ്,
അപ്പോൾ ആ വെഷ്ടി മനസ്സിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ പ്രതിഫലിക്കും. അങ്ങനെ ആ സത്യം ദർശിച്ച ഋഷിമാർ അവർ കണ്ടത് അവർ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടി അവരുടെ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന സംഹിത, ആരണ്യം, ബ്രാഹ്മണം ഒക്കെ രൂപത്തിലുള്ള വാഗ്മയങ്ങൾ മുഴുവൻ. അതിലൊന്നും അനുസന്ധാനം ചെയ്യാതെയും നമ്മുടെ മനസ്സ് ഈ പ്രപഞ്ച മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ആ പ്രപഞ്ചത്തിൻ്റെ നിയമം ഉദിക്കുകയും ചെയ്യും. അതാണ് വേദം. അതുകൊണ്ടാണ് അത് ശ്രുതി എന്നും അപൗരുഷേയം ഒക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഓരോ കാലത്തും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം എങ്ങനെയാണോ മറ്റൊരാളിലേക്ക് പകരുന്നത് അതൊക്കെ പരമ്പരാനുസൃതം തന്നെയാണ്. അതിൻ്റെ ഭിന്നമായിട്ടുള്ള വഴികൾ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങയോട് സംസാരിക്കുന്നതും ഇപ്പോൾ ഒരു 4 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കുന്നതും വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതുപോലെ ആ ദേശത്ത് ആ കാലത്ത് മുമ്പിലിരിക്കുന്ന ആളുകളുടെ ഒരു സംസ്കാരവും സ്വഭാവവും ഒക്കെ അനുസരിച്ച് അതിന് വ്യത്യാസങ്ങളുണ്ടാവാം. പിന്നെ എപ്പോഴും ആത്മാന്വേഷണം അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുള്ളത് തീർത്തും വ്യക്തിപരമാണ്, വളരെ സ്വകാര്യതയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ മാസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ സിനിമയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ട്രെയിലർ എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി. അപ്പോൾ അതിൽ ഓരോ നമുക്ക് ഇത്രയേറെ ദേവതകൾ, എത്രയേറെ ജീവനുകളുണ്ടോ അത്രയേറെ ദേവതകളുണ്ടാവും. നമ്മുടെ ഓരോ അഖാഡയിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരുണ്ട്. അവരുടെയൊക്കെ ഉപാസന രീതി അപ്പം വൈവിധ്യമാർന്നതാണ്, വളരെയേറെ വൈവിധ്യമാർന്നതാണ്. ഓരോരുത്തർക്കും, അതായത് എത്രയെത്ര ജീവജാലങ്ങളുണ്ടോ അത്രയെത്ര ദേവതകളുണ്ടാവും. അവരുടെ വാസനകൾക്കും സംസ്കാരങ്ങൾക്കും അനുസരിച്ചിട്ട് അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ വ്യക്തിക്കും ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവനിണങ്ങുന്ന പദ്ധതികൾ ഇവിടെയുണ്ട്. അവന് ഇണങ്ങുന്ന ദേവതയുണ്ട്, അവനിണങ്ങുന്ന പദ്ധതികളുണ്ട്. അപ്പോൾ അതുപോലെ അത്രയേറെ ഭിന്നമായിട്ടുള്ള വഴികൾ ഉണ്ടാവും. ആ വഴികളിൽ നമ്മുടെ വാസനയ്ക്കും സംസ്കാരത്തിനും ഒക്കെ അനുസരിച്ച് ചേരുന്നത് നമ്മൾ സ്വീകരിക്കുക. ചിലപ്പോൾ നമ്മൾ ചില വഴിയിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതല്ല നമ്മുടെ വഴിയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ യുക്തമായിട്ടുള്ള വേറൊരു വഴിയിലേക്ക് ചെല്ലുക. ഈ ഉപാസനയിലും അവരുടെ രുചി വൈചിത്ര്യം കൊണ്ട് വിഭിന്നമായ ആചാരങ്ങളുണ്ടെന്ന് പറയുമ്പം അതിനൊക്കെ ഫ്രീഡം, അതിനൊക്കെയുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ടാവണമല്ലോ. അപ്പം പലപ്പോഴും ഈ സാത്വികം എന്നോ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഉപാസനാ രീതികൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ മൃഗബലി പോലുള്ള ഉപാസനകൾ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടുവരാത്തതും എന്നാൽ നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ള പുതിയ സാമൂഹിക സങ്കല്പത്തിൽ അത് ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട് നികൃഷ്ടം എന്നൊക്കെ കരുതാൻ സാധ്യതയുള്ള ആചാരങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക? ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ഇന്ന് കേരളത്തിലെ ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ വൈദേശിക മതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് കേരളം. അതിനനുസരിച്ചിട്ട് നമ്മുടെ മൈൻഡ് മാറിയിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയാൽ അതുകൊണ്ട് ഒരു ഇന്നത്തെ ഹിന്ദു വിശ്വാസി എന്ന് പറയുന്ന ഒരാളും ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. ക്ഷേത്രത്തിൽ ദൈവമല്ല ദേവതയാണുള്ളത്. മറ്റുള്ള സെമറ്റിക് മതങ്ങളുടെ കാര്യാലയങ്ങൾ ആരാധന സങ്കേതങ്ങളാണ്. ഇത് ദേവതാ സങ്കേതമാണ്. ദേവതാ സങ്കേതത്തിൻ്റെ നിഷ്ഠയോടുകൂടി പരിപാലിപ്പിക്കപ്പെട്ടാൽ മതി അതുമായി ബന്ധപ്പെട്ട സമാജത്തിനും ദേശത്തിനും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാവാൻ. അവിടെ പോയി തൊഴേണ്ട പോലും കാര്യമില്ല. ഈ ഒരു വ്യത്യാസം, ബേസിക്കായിട്ടുള്ളൊരു വ്യത്യാസം തന്നെ ഇന്ന് നമ്മളും ഇതൊരു സെമറ്റിക് മതത്തിൻ്റെ രീതിയിലാണ് പലരും കണ്ടുപോകുന്നത്. അതൊരു വിഷയമുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിലും സാംസ്കാരിക പരിസരത്തിലും ഒക്കെ നിന്നുകൊണ്ടാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ പാരമ്പര്യത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ ഉള്ള ഒന്ന് തന്നെയാണ് അങ്ങ് നേരത്തെ പറഞ്ഞ ബലിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ. അത് മാറി നിൽക്കുന്നൊരു കാര്യമോ ചുരുങ്ങിയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഏത് കർമ്മവും സ്വത്വം മാത്രമായിട്ട് ഒരു കർമ്മവും ഇല്ല. രജസും തമസ്സും കൂടി ചേർന്നാലേ കർമ്മം നടക്കും. പുകയില്ലാതെ ഒരു തീയുമില്ല. അപ്പോൾ ഈ 3 ഗുണങ്ങളുടെയും സംയോജിച്ചുകൊണ്ട് മാത്രമേ ഒരു കർമ്മം നടക്കുള്ളൂ. അപ്പോൾ ആ കർമ്മത്തിൻ്റെ സ്വഭാവം എന്താണ്? ആ ഗുണത്തിന് കൂടുതൽ ആധിക്യം വേണം. ഇപ്പോൾ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഭാവത്തിനനുസൃതമായിട്ടുള്ള ദ്രവ്യങ്ങളും ഭക്ഷണവും ആഹാരവിഹാര രീതികളൊക്കെ മതി. ആ നേരത്ത് യുദ്ധം ചെയ്യാൻ, വ്യാപാരം ചെയ്യാൻ,
സംരക്ഷിക്കാൻ, നിയമവ്യവസ്ഥയെ പരിപാലിക്കാൻ, ഇതിനൊക്കെ പുറപ്പെടുന്ന ആളുകൾ, ഒരു സ്ഥാപനം നടത്താൻ ഇതിനൊക്കെ പുറപ്പെടുന്ന ആളുകൾക്കോ അതിനാവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും അതിനാവശ്യമായിട്ടുള്ള ദേവതകളും വേണം. അപ്പം അതെല്ലാം ഒരേ പ്രാധാന്യമുള്ളതാണ്. എന്ത് ഇല്ലാതാകുന്നുവോ ആ ഗുണം നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ചില ഈ ആ പാശ്ചാത്യ രീതികളെ അനുകരിക്കാൻ അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിച്ച് അനുകരിക്കാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് ഈ സമാജത്തിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ശക്തിയാണ് നഷ്ടപ്പെടുന്നത്, വീര്യമാണ് നഷ്ടപ്പെടുന്നത്. ഈ കുലദേവതയും ദേശദേവതയും മറന്നുപോയൊരു ജനത അതെങ്ങനെ തിരിച്ചു പിടിക്കും? രണ്ട് തരത്തിലാണ്. ഒന്ന്, ദേശദേവതയെ ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ പറ്റും, കുലദേവതയും അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. പിന്നെ അതിൻ്റെ ഉപാസന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇന്ന് ആ പഴയ പൂർവാചാരം എന്താണെന്ന് അറിയാത്തവർക്ക് പോലും ഏറ്റവും ലളിതമായിട്ടുള്ള കാര്യമാണ് ആ സങ്കല്പത്തിൽ ഒന്ന് വിളക്ക് വെച്ച് നമസ്കരിക്കുക എന്നുള്ളത്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേർന്നോളൂ. നമസ്കരിക്കാനുള്ളൊരു ഭാവം ഉണ്ടായാൽ മാത്രം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെച്ചാൽ ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേർന്നോളും. ഇവിടുത്തെ ഈ നമ്മുടെ സംസ്കൃതിയുടെ ഏറ്റവും വലിയ മഹിമ ശിഷ്യൻ ഗുരുവിനെ തേടി പോവല്ല, ഗുരു ശിഷ്യനെ തേടി വരികയാണ്. നമ്മൾ ദേവതയിലേക്ക് പോവല്ല, ദേവത നമ്മളിലേക്ക് വരികയാണ്. അപ്പം നമുക്ക് അതിനോടുള്ളൊരു സമർപ്പണ ഭാവം ഉണ്ടായാൽ, നമ്മൾ തുടങ്ങിയാൽ ബാക്കിയെല്ലാം നമ്മളിലേക്ക് വന്നു ചേർന്നു. ഇപ്പം കേരളത്തിന് പുറത്താണെങ്കിൽ അങ്ങേക്ക് പല ദേവീക്ഷേത്രങ്ങളിലും വലിയ രീതിയിലുള്ള ബലി കാണാം. കാമാഖ്യയിൽ, കൊൽക്കത്തയിൽ, കാശിയിൽ, ഉജ്ജയിനിയിൽ ഏറ്റവും വലിയ ബലി നടക്കുന്നത് രാംനഗർ രാംലീല, ഹിമാചലിലാണ്. രാംലീല ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്. രാംനഗറല്ല, ഹിമാചലിലെ രാംലീലയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിൽ വടക്കൻ മലബാറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെയ്യ കാലം പ്രത്യേകിച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആയിരക്കണക്കിന് കോഴികളെയൊക്കെ ബലി കൊടുക്കുന്ന തെയ്യങ്ങളുണ്ട്. മാടായിക്കാവ്, വെള്ളയനാടുകാവ് തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ബലിയോട് കൂടി ചേർന്നിട്ട് തന്നെയുള്ള പൂജകളുണ്ട്. അതൊക്കെ ആ സംസ്കൃതി അതുപോലെ തന്നെ തുടരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ ദേവത അല്ലെങ്കിൽ ആ ഊർജം ആവശ്യമായിട്ടുള്ള ഇതിന് അതാവശ്യമാണ്. ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ അറിയാൻ പറ്റും എൻ്റെ ഉപാസന എന്താണെന്ന്? അത് അവനവൻ്റെ അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, അവനവൻ്റെ വാസനയും സംസ്കാരവും അനുസരിച്ച് തന്നെ അറിയാൻ പറ്റും. ഒരു ബുദ്ധിമുട്ട്, ഒരു യാത്ര തുടങ്ങുകയും ഇതല്ലാന്ന് മനസ്സിലാക്കുമ്പോൾ അത് വിടാൻ ഒരു കാരണം തോന്നുമ്പോഴും ഒരു ഗിൽട്ട്, ഒരു കുറ്റബോധം, ഇതല്ല എന്ന് പറയുമ്പോഴും ഇനി അത് കാരണം ഒരു എന്താ പറയുക ശാപം കിട്ടുമെന്നൊക്കെ പറയുന്ന ഫിയറും ഗിൽട്ടുമായിട്ട് ചേർന്നിട്ടാണ് നമ്മുടെ പ്രാർത്ഥനയും ഭക്തിയൊക്കെ പോകുന്നത്. അങ്ങനെ കുറ്റബോധമില്ലാത്തൊരു സാധന, ധീരമായൊരു യാത്ര, വേണ്ടാത്തതിനെ വേണ്ടാന്ന് പറഞ്ഞും വേണ്ടതിനെ സ്വീകരിച്ചും ഇതല്ല എനിക്ക് വേണ്ടതെന്ന് ധൈര്യത്തോടെ തീരുമാനിക്കാനുമൊക്കെ ഒരാളെ പ്രാപ്തനാക്കാൻ എന്താ വഴി? നമ്മുടെ സംസ്കൃതിയുടെ ഒരു 3 ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് കൃതജ്ഞതയാണ്. നമ്മൾ ഇന്നായിരിക്കുന്ന എല്ലാറ്റിനോടും കൃതജ്ഞതയുള്ള ഒരു സംസ്കൃതിയാണ് നമ്മൾ. ഇപ്പോൾ കുറച്ച് മുമ്പാണ് മഹാലയം കഴിഞ്ഞത്. പിതൃപക്ഷമായിട്ട് പറയും. ഉത്തരഭാരതത്തിലാണ് അത് കൂടുതൽ വിശേഷമായിട്ടുള്ളത്. ഒരു പൗർണമി കഴിഞ്ഞിട്ടുള്ള ദിവസം തൊട്ട് അമാവാസി വരെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. അപ്പം അതിൽ ഈ മഹാലയ ശ്രാദ്ധത്തിൻ്റെ അവസാനത്തെ ഇത് അതീതകുലകോടീനാം സപ്തദ്വീപ നിവാസിനാം പ്രാണിനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു ആണ്. അതായത് സപ്തദ്വീപുകളായിട്ടാണ് പഴയ കാലത്തെ ഭൂമിയെ ആ ഭൂമിയിൽ മുഴുവനുള്ള കോടിക്കണക്കിന് കുലങ്ങളിലുള്ള എല്ലാ പ്രാണികൾക്കും വേണ്ടി ഞാൻ ഉദകം കൊടുക്കുന്നു. അതെല്ലാം അക്ഷയമായി നിലനിൽക്കട്ടെ എന്നാണ്. അതിൻ്റെ അക്ഷയമായ നിലനിൽപ്പിലാണ് എൻ്റെ ഈ നിലനിൽപ്പ്. പിന്നെ അതിന് മുമ്പ് ഇതുണ്ട് ഒരുപാട്. അതായത് മക്കളില്ലാതായി പോയവർക്ക്, ജീവജാലങ്ങൾക്ക്, ഇതില്ലാതായവർക്ക്, അങ്ങനെ പിണ്ടം കിട്ടാതെ വന്നവർക്ക്, മോക്ഷം കിട്ടാതെ വന്നവർക്ക്, തെറ്റ് ചെയ്തവർക്ക്, നശിച്ചു പോയവർക്ക്, ഭ്രഷ്ടരായവർക്ക് എല്ലാവർക്കും ഇത് ചെയ്താണ് അവസാനത്തെ ഈ സങ്കല്പം. എല്ലാവർക്കും അതാണ് ഈ കൃതജ്ഞത എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം,
സ്വാതന്ത്ര്യമാണ്. മൂന്നാമത്തെ കാര്യം ധൈര്യമാണ്. ഈ ഭീരുക്കളായിട്ടുള്ള ഒരു ദേവതയെയും നമുക്ക് നമ്മുടെ പുരാണ ഇതിഹാസ വാങ്മയങ്ങളിൽ ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം അധർമ്മത്തെ നേരിട്ട് ജയിച്ച ദേവതകളാണ്. ചില കഥകളുടെ ഇതിലൊക്കെ ചിലപ്പോൾ ആ യുദ്ധത്തിൽ തോറ്റു, മറ്റേ യുദ്ധത്തിൽ തോറ്റു എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ആത്യന്തികമായി ധർമ്മത്തെ ജയിപ്പിച്ച ദേവതകളാണ്. അപ്പം അതുകൊണ്ട് ഈ നമ്മൾ ഈ ഭയമൊക്കെ വരുന്നത് സെമറ്റിക് മതങ്ങളിൽ നിന്നാണ്. ഇപ്പം നമ്മൾ ഈ മതങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിത്തിരി ഒരു വിവാദമൊക്കെ ആകുന്ന ഒരു പരാമർശമായിരിക്കാം. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പൊതു ഇതിലത് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭാവം എന്താണ് അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ തുടർച്ച ഉണ്ടാവുക എന്നുള്ളത്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ക്രിസ്ത്യാനിറ്റി റോമൻ എംപയർ ഉണ്ടാക്കിയ മതമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഈ സാമ്രാജ്യം ഭംഗിയായി കുഴപ്പങ്ങളൊന്നുമില്ലാതെ വികസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് അനുസരണയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. അവരത് ഒരു വ്രതമായിട്ട് തന്നെ അതിൻ്റെ പുരോഹിതന്മാരൊക്കെ പറയും. പക്ഷെ എല്ലാവരും അനുസരിക്കുക, മുകളിലുള്ള ആളെ അനുസരിക്കുക, അതാണ് അവർ പഠിപ്പിക്കുന്നത് ശീലിപ്പിക്കുന്നതും ഒക്കെ. അപ്പം അനുസരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറഞ്ഞ ആളാണ്, നിങ്ങൾ പാപിയാണ് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അനുസരണയാണ് അതിൻ്റെ ഇത്. കീഴടങ്ങുക, അനുസരിക്കുക, പിന്നെ അതിരുമാന്തുക. സാമ്രാജ്യം അതാണ് അവർക്ക് കുഴപ്പങ്ങളില്ലാതെ വിസ്തൃതമാകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ മതപരിവർത്തന ശ്രമങ്ങളൊക്കെ അങ്ങനെയാണ്. ആ എക്സ്പാൻഷനും അത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അവർ ഈ നിലവിലുള്ള സാമ്രാജ്യത്തിന് ക്ഷീണം തട്ടരുത്, അത് സ്ട്രോങ് ആണ്, ക്ഷീണം തട്ടരുത് എന്നുള്ളത് കൊണ്ട് ഉപായങ്ങളിൽ കൂടെയാണ്. നമ്മൾ പഴയ കാലത്ത് നമ്മൾ ഈ അതിരുമാന്തുക എന്ന് പറയുന്ന പ്രവൃത്തി പോലുള്ള കാര്യങ്ങളിൽ കൂടെയാണ് അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഇസ്ലാം ഇതിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പുറത്ത് വന്ന പോലെ ആക്രമണമാണ്. അതായത് അരക്ഷിതനായിട്ടുള്ള ഒരു ഗോത്ര നേതാവ്, അതായത് ആക്രമിച്ചുകൊണ്ടാണ് മുഹമ്മദ് എല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളെ ആയിക്കോട്ടെ, മറ്റുള്ള ഗോത്രങ്ങളെ ആയിക്കോട്ടെ, എല്ലാം ആക്രമിച്ചുകൊണ്ടാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ശത്രുവിനെ കണ്ട് അത് ആക്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു അപരനെ കണ്ട്, ഒരു കാഫിറിനെ കണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഏറ്റവും താഴെയാണെങ്കിലും ഒരു മതം, ആ മതം പരിശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. അപ്പം നമ്മൾ പറയും ആ മതമുള്ളിടത്തൊക്കെ തീവ്രവാദമുണ്ട്. കാരണം ഇതാണ് അതിൻ്റെ ഉത്ഭവത്തിന് നിദാനമായിട്ടുള്ള സങ്കല്പം. ഈ കമ്മ്യൂണിസം ആണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷണമൊത്തൊരു സൈക്കോപാത്താണ് കാൾ മാർക്സ്. ഏംഗൽസിനോടുള്ള അസൂയയിൽ നിന്നാണ് ഇത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഏംഗൽസിന് സമ്പത്തുണ്ട്, അദ്ദേഹത്തിന് അത്യാവശ്യ സൗകര്യങ്ങളുണ്ട്, അദ്ദേഹമാണ് മാർക്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്. പക്ഷേ ഏംഗൽസായി തീരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റവും എതിർക്കുന്ന ഊഹക്കമ്പോളത്തിൽ പോയിട്ട്, ഇന്നത്തെ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക, അതിന് ശേഷിയില്ല, അതുകൊണ്ടുള്ള കാശ് മുഴുവൻ പോവുകയുള്ളൂ. അപ്പോൾ കേട്ടാലേ, അതായത് ഒരു കപ്പലണ്ടി കച്ചവടം നടത്തുന്ന ഒരാൾക്ക് പോലും കേട്ടാൽ അബ്സേർഡ് എന്ന് തോന്നുന്ന മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു പരപുച്ഛവും പരനിന്ദയും. ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ അക്കാഡമിക്സിലൊക്കെ മുമ്പുള്ള ഒരു തിയറിയെ നമ്മൾ കോട്ട് ചെയ്യുക അതിൻ്റെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ്. ഇപ്പം ഹെഗലിൻ്റെ ഡയലക്റ്റിക്സ് എടുത്തിട്ടാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലേക്ക് മാർക്സ് പോകുന്നത്. അപ്പോൾ അതിനെ കേർട്ടസി കൊടുത്തിട്ട് പറയണതിന് പകരം ഹെഗലിനെ ക്രൂരമായിട്ട് അധിക്ഷേപിച്ചിട്ടാണ് മാർക്സ് പോകുന്നത്. അതുപോലെ ഒരു ആഫ്രിക്കൻ വംശജനെക്കുറിച്ച്, അദ്ദേഹം അവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ ചേരുന്ന ആളാണ്, വൃത്തികെട്ട നീഗ്രോ, റോസല്ല എന്നൊക്കെയാണ് അദ്ദേഹം നോട്ട് ചെയ്യുന്നത്. വംശീയമായും അങ്ങനെ പരപുച്ഛവും പരനിന്ദയുമാണ് അതിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു ഭാവം. അത് നമ്മൾ നാട്ടിലെ കിട്ടിയിട്ടുണ്ട്. ഈ പരപുച്ഛവും പരനിന്ദയും എതിർക്കുന്ന ഒരാളെ ബഹുമാനത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായത്തെ ആദരവോടുകൂടി കാണുന്ന ഒരു വ്യത്യാസം ഉള്ളപ്പോഴും ഒരു സംസ്കാരമേ നമുക്ക് കാണാൻ കഴിയില്ല. പന്നിൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കണം എന്നൊക്കെ പറയും. കൂടെ കിടന്ന ശബ്ദം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു സംഗതി തുടർന്നുകൊണ്ടേയിരിക്കും. അതേസമയം ഭാരതത്തിലാണെങ്കിൽ എല്ലാം നേടി, ഭാരതം ത്യാഗത്തിൻ്റെ സന്യാസത്തിൻ്റെ നാട് എന്നൊക്കെ പറഞ്ഞാലും പഴയ കാലത്ത് പ്രതാപം, ഏറ്റവും സമ്പന്നമായ, അറിവിൻ്റെ കാലത്ത് ഏറ്റവും വികസിതമായ ഒക്കെ ഭൂപ്രദേശമായിരുന്നു ഭാരതം. അതെല്ലാം നേടി അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി
അവിടെ പോയി തപസ് ചെയ്ത ലോക കല്യാണത്തിന് വേണ്ടി തപസ് ചെയ്ത ഋഷീശ്വരന്മാരുടെ തുടർച്ചയായിട്ട് വന്ന അവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് വന്ന സംസ്കൃതിയാണ്. അതായത് ഒരു അസംതൃപ്തിയിൽ നിന്നല്ല, തൃപ്തിയിൽ നിന്നാണ്, തൃപ്തിയിൽ നിന്നാണ്, പരമമായ തൃപ്തിയിൽ നിന്ന്, പരമമായ ആനന്ദത്തിൽ നിന്നാണ് ഒരാൾ സന്യാസത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്നതും അതാണ്. അവർക്കൊന്നും നേടണ്ട, ഒരാളെയും കൂട്ടണ്ട, സ്വസ്ഥമായിട്ടിരുന്നാൽ മതി, ശാന്തി ഉണ്ടായാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഒരു പാകതയും നമ്മുടെ സംസ്കൃതിയിൽ കുറച്ച് കൂടുതലായിട്ട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഭാരതം എല്ലാ ധർമ്മങ്ങളെയും ആശ്ലേഷിച്ച സംസ്കൃതിയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ വൈദേശികമായിട്ടുള്ള ആശയങ്ങളിൽ ചെന്ന് കുടുങ്ങിപ്പോയിട്ട് അത് നമ്മുടെ ധർമ്മവും അതുപോലെയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. ഇപ്പം 3 കാര്യങ്ങളാണ് പറഞ്ഞത്: കൃതജ്ഞത, സ്വാതന്ത്ര്യം, ധൈര്യം. അപ്പോൾ ഈ സംസ്കൃതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിൽ സെമറ്റിസം കൊണ്ട് കലർത്തിയാൽ നമുക്ക് ഭയവും ഇതൊക്കെ വരും. അല്ലെങ്കിൽ ധീരകളുടെ സംസ്കാരമാണ് ഈ ഗോഡ് ഫിയറിങ് എന്നുള്ള കോൺസെപ്റ്റിന് പകരം അത് ആത്മാന്വേഷണത്തിൻ്റെ ഒരു ധീരമായ യാത്രയാണ് നമ്മുടെ നാട്ടിൽ സ്പിരിച്വാലിറ്റി. അതെ, ഈ പുറത്തുള്ള ഒന്നിനെയാണ് നമ്മൾ ഭയപ്പെടുക, ഞാൻ തന്നെയാണേ ദൈവം. പല സമയത്തും നമ്മുടെ അമ്പലങ്ങളിലെ തിരക്ക് ജ്യോതിഷികൾ ഉണ്ടാക്കുന്ന പേടിയിൽ നിന്നാണ്. ഇതിൽ നിന്ന് ഒരു സാമാന്യ ഹിന്ദുവിനെ രക്ഷിക്കാൻ എന്താ ഒരു വഴി? അതിൽ 3 തരത്തിലുള്ള ആൾക്കാർ ആണ് ഇപ്പോൾ എല്ലാ കുഴപ്പവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 1 ഞങ്ങളെപ്പോലുള്ള ആധ്യാത്മിക പ്രഭാഷകർ, 2 ജ്യോതിഷികൾ, 3 അർച്ചകർ, പൂജാരിമാർ. അത് അമ്പലത്തിൽ പൂജ ചെയ്യുന്നവരും മറ്റുള്ള പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളതിനൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള ധാരാളം പ്രഭാഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കടൽ ചുറ്റുമുണ്ട്. ഇതൊക്കെയും ഇതിൽ അധികാരത്വമില്ലാത്ത ആളുകൾ ആ വിഷയം സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ജ്യോതിഷമാണെങ്കിലും അതിൽ അധികാരിത്വമില്ലാത്ത ആളുകൾ തെറ്റായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പലതരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ആ ക്ഷേത്രത്തിലെ ദേവതാ ചൈതന്യത്തെ നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇതൊക്കെ ഈ ജ്യോതിഷത്തിൻ്റെയും ഒക്കെ പിൻപറ്റിയിട്ടാണ് പലതും വരുന്നത്. അത് നല്ല രീതിയിൽ ഈ ശാസ്ത്രത്തെ അനുസന്ധാനം ചെയ്യുന്ന ഒരുപാട് ആചാര്യന്മാരുണ്ട്. ഈ 3 തലങ്ങളിലും തന്നെ നല്ല ഉപാസനയായിട്ട് ആ ദേവതയെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, വളരെ ശാസ്ത്രാന്വേഷണം നടത്തുന്ന ജ്യോതിഷ പണ്ഡിതരുണ്ട്, വളരെ മികച്ച രീതിയിൽ ധർമ്മോപദേശം ചെയ്യുന്ന ആചാര്യന്മാരുണ്ട്. ഇവരൊക്കെ ഇരിക്കുമ്പോൾ പോലും ഇപ്പുറത്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തുള്ള ആളുകളാണ്. അതിൻ്റെ സ്വാധീനത്തിൽ പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ക്ഷേത്ര സംസ്കൃതി അനുസരിച്ച് ജനങ്ങൾ മുഴുവൻ ചെന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമേ അല്ല. ശക്തമായ ക്ഷേത്രങ്ങളൊക്കെ പഴയ കാലത്ത് അങ്ങനെ നോക്കി അറിയാം വനപ്രദേശങ്ങളിലായിരുന്നു, എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലായിരുന്നു. മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ നടക്കിൽ ഒരാൾക്ക് മാത്രം കടന്നു പോകാനുള്ള വഴി, മാക്സിമം 2-3 പേർക്ക് നിൽക്കാനുള്ള ഒരു സ്പേസേ ഏത് നടയിലും ഉണ്ടാവുള്ളൂ. കാരണം അത് ഉത്തരഭാരതത്തിലെ ക്ഷേത്രങ്ങളും ഇവിടുത്തെ രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ ക്രിയാപ്രാധാന്യമുള്ളതാണ്, അവിടെ ആരാധനയാണ്. അതിന് തന്ത്രത്തിൽ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാര തലങ്ങൾ പറയും. ദക്ഷിണഭാഗം ഭാരതത്തെ ഒരു ശരീരമായി കണ്ടുകൊണ്ട് ദക്ഷിണഭാഗം സൃഷ്ടിക്കും. അപ്പോൾ അതിനൊരു ക്രിയ പ്രാധാന്യമാണ്. നമ്മളൊരു ലേബർ റൂമിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ ശ്രദ്ധയും ഇവിടെ വേണം. മറ്റിടത്ത് സ്ഥിതിയാണ്, അവിടെ ആരാധന മതി. ഇവിടെ എല്ലാ ദേവതകളെയും ആചാര്യന്മാർ സൃഷ്ടിച്ച് പ്രതിഷ്ഠിച്ചതാണ്. ഉത്തരഭാരതത്തിൽ ഒരുവിധം എല്ലാ ദേവതാ സങ്കേതങ്ങളും ഒന്നുകിൽ ആരാധനാലയങ്ങളാണ്, അല്ലെങ്കിൽ സ്വയമേവ തീർത്ഥസ്നാനങ്ങളാണ്. കാശി, ഉജ്ജയിനി ഇതൊന്നും ആരും പ്രതിഷ്ഠിച്ചതല്ല, സ്വയംഭൂവായിട്ട് ആ ചൈതന്യം അവിടെ പ്രകടമായതാണ്. അവിടെ ഇപ്പോൾ നമ്മൾ പൂജിച്ചിട്ട് ചൈതന്യം കൂട്ടാനും ചൈതന്യം കുറയ്ക്കാനും ഒന്നുമില്ല. ഹരിദ്വാർ അങ്ങോട്ട് കടന്നാൽ പിന്നെ കാലമില്ല, സംഹാരമാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു വ്യത്യാസം ഈ 3 തലങ്ങളിലുണ്ട്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോ ആവശ്യത്തിന് വേണ്ടി ഈ പ്രദേശത്തെ ആളുകൾക്ക് ഇതിരി ബുദ്ധി കുറവാണ്, അതുകൊണ്ട് ബുദ്ധിക്കുള്ള ദേവത വേണം എന്ന് ആ ദേശത്തിൻ്റെ അധികാരി ആചാര്യനോട് അഭ്യർത്ഥിച്ചതിനനുസരിച്ച് ആചാര്യൻ അതിനു വേണ്ടിയിട്ടുള്ള ദേവതയെ സൃഷ്ടിച്ച് പ്രതിഷ്ഠിച്ചതാണ്. ആ പ്രതിഷ്ഠയുടെ കർമ്മങ്ങൾ അവിടെ കൃത്യമായിട്ട് നടന്നാൽ അത് മതി ആ ദേശത്തെ ആളുകൾക്കൊക്കെ സ്വസ്ഥത ഈ ബുദ്ധി എന്താണോ അവിടെ വേണ്ടത് അതുണ്ടാവാൻ. അതിൽ അവിടെ ചെല്ലേണ്ട ആളുകൾ മാത്രം അവിടെ ചെന്നാൽ മതി. അതാവശ്യമില്ലാത്ത ഒരാളും അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല.
ബാക്കി ഉപാസനകളൊക്കെ വീട്ടിൽ തന്നെയാണ് നടന്നിരുന്നത്. എല്ലാം ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അടുക്കളയിലൊക്കെ തന്നെ അബദ്ധമാണ് ക്ഷേത്രത്തിൽ പോയി ചോറൂണ് നടത്തുന്നതും കല്യാണം നടത്തുന്നതും. ക്ഷേത്രത്തിൻ്റെ ആചാര്യന്മാരുടെ വീട്ടിലെ ഏതെങ്കിലും ചടങ്ങുകൾ ഇതുപോലെ ക്ഷേത്രത്തിൽ നടത്തണ്ടോ എന്നുള്ളതും കൂടി ചിന്തിച്ചാൽ ഇത് കാര്യം മനസ്സിലാവും. ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള ഒരു ഗാർഹിക സംസ്കാരവും ദേവതാ സങ്കേതത്തിൽ നടത്താനുള്ളതല്ല. പുറത്തേക്ക് എടുക്കാനില്ല, വീട്ടിൽ മതി. അതൊക്കെ വീട്ടിൽ സൗകര്യം ഇല്ലെങ്കിൽ പുറത്ത് ഓഡിറ്റോറിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. മറ്റുള്ളതൊക്കെ ഗുണത്തേക്കാൾ കൂടുതൽ അബദ്ധമാണ് ഉണ്ടാക്കുക. അപ്പം ഈ തിരക്ക് വരുന്നതിൻ്റെയൊക്കെ കാര്യം അപ്പം പല പല വിചാരങ്ങൾ കൊണ്ട്, അതായത് അസ്വസ്ഥതകൾ കൊണ്ട് നമ്മളവിടെ പുല വാലായ്മ തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ വയ്ക്കുന്നത് ആ ദേവതാ സങ്കേതത്തിൽ വരുന്ന ആളുകൾ അത്രയും സ്വസ്ഥമായ മനസ്സോടുകൂടി ഏകാഗ്രമായ മനസ്സോടുകൂടി എന്താണോ അവിടേക്ക് വേണ്ട സങ്കല്പം ആ സങ്കല്പം മാത്രമായിട്ട് വരണം എന്നാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വികാരഭാവങ്ങളുള്ള പലതരത്തിലുള്ള ആളുകളുടെ തിക്കും തിരക്കും ബഹളവുമൊക്കെ ആ കേന്ദ്രത്വത്തിൻ്റെ ചൈതന്യത്തെ ക്ഷയിപ്പിക്കുകയുള്ളൂ. അപ്പം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അത് യഥാർത്ഥത്തിലുണ്ടാകുന്നത് അവിടുത്തെ ശക്തിയെ ക്ഷയിപ്പിക്കുകയാണ്. പക്ഷേ ഇന്ന് സാമൂഹികപരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പഴയ കാലത്ത് രാജാക്കന്മാരാണ് അല്ലെങ്കിൽ അധികാരികളാണ് ഇത്തരം കേന്ദ്രങ്ങളെയൊക്കെ നിലനിർത്തിയിരുന്നത്. അപ്പോൾ പണ്ട് അധ്യാപകന് കുട്ടികളിൽ നിന്ന് പണം പിരിക്കേണ്ടിയിരുന്നില്ല വിദ്യ കൊടുക്കാൻ. അവർക്ക് വേണ്ട എല്ലാ കാര്യവും ആ ദേശം ചെയ്തു കൊടുക്കുമായിരുന്നു, അവിടുത്തെ അധികാരികൾ ചെയ്തു കൊടുക്കുമായിരുന്നു. വൈദ്യന് ചികിത്സ പണം വാങ്ങി ചെയ്യേണ്ടിയിരുന്നില്ല, കാരണം വൈദ്യന് വേണ്ട എല്ലാം വീടും മറ്റുള്ള കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ആ ദേശം അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇന്ന് അതില്ലാതായപ്പോൾ ഇതൊക്കെ ചികിത്സയാണെങ്കിലും പഠനമാണെങ്കിലും ഒക്കെ ഫീസിൻ്റെ അടിസ്ഥാനത്തിലാകുന്നത് പോലെ തന്നെ ഇന്ന് വരുന്ന ഭക്തരുടെ സമർപ്പണം കൊണ്ടാണ് ക്ഷേത്രകാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഈ ദേശകാലം അനുസരിച്ചു കൊണ്ടുള്ള ക്ഷേത്രത്തിൻ്റെ ശുദ്ധിയും ചൈതന്യവും നിലനിർത്തിക്കൊണ്ടും എന്നാൽ ഭക്തർക്ക് കുറേ ഭക്തരുടെ വരവും കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ അവസരങ്ങൾ ഉണ്ടാക്കിയും വേണം അത് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ശുദ്ധിയും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പുതിയ കാലത്ത് ഈ സ്വർണം ചെമ്പാകുന്ന ആൽക്കമി നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പം ഇതിനോട് ഒരു ആവറേജ് ഭക്തൻ അല്ലെങ്കിൽ ഒരു ഹിന്ദു പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് സ്വാമിജി കരുതുന്നത്? ഇതിൽ രണ്ട് കാര്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുണ്ട്. ചിലർ പറയുന്നു ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കേണ്ട ആവശ്യം എന്താ, ദൈവത്തിനെന്തിനാ സ്വർണം, അവിടുന്ന് കക്കുന്നത് കൊണ്ട് ദൈവത്തിനെന്താ നഷ്ടം എന്ന് ചോദിക്കുന്ന, വളരെ ശാന്തമായി ചോദിക്കുന്ന ആളുകളുമുണ്ട്. വളരെ അമർഷത്തോടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആത്മനിന്ദ കൊണ്ട് അസ്വസ്ഥരാകുന്ന ഒരു ജനതയുണ്ട്. അപ്പം ശരിക്കും ഇതിലെന്തൊരു പൊസിഷനാണ് ഒരു ശരാശരി ഭക്തൻ എടുക്കേണ്ടത്? നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, അതായത് സെമറ്റിക് ദൈവമല്ല ദേവതയായിട്ടുള്ളത്. ദേവത നിധിയുടെ മുകളിലിരിക്കുന്ന ആളാണ്. ദേവതയുടെ പ്രതിഷ്ഠ തന്നെ നവരത്നങ്ങളും സ്വർണവും ഒക്കെ ചേർന്ന നിധി വെച്ചിട്ടാണ് കൊടിമരവും വിഗ്രഹവും ഒക്കെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ ആ ദേവതയ്ക്ക് അത്തരം ധാതുക്കളിൽ നിന്നുള്ള ഊർജവും അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ 3 തരത്തിലുണ്ട്. ദൈവം വേറെയാണ്, ദേവത വേറെയാണ്, ഈശ്വരൻ വേറെയാണ്. ദൈവത്തിനും ഈശ്വരനും ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം അതാണ്. ഓക്കെ. അപ്പം ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രകാശിപ്പിക്കുന്നതൊക്കെ ദൈവമാണ്. ഞാനായിരിക്കുന്നതൊക്കെ എൻ്റെ ദൈവമാണ്. ഏറ്റവും പ്രാധാന്യമായിട്ട് എൻ്റെ അമ്മയാണ്, അത് കഴിഞ്ഞാൽ അച്ഛനാണ്, അത് കഴിഞ്ഞാൽ ഗുരുവാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. അതിലുമൊക്കെ ഉപരിയായിട്ട് ഇന്ന് വരെ ഞാൻ ചെയ്ത കർമ്മങ്ങളാണ് എൻ്റെ ദൈവം. അതാണ് എൻ്റെ തുടർന്നുള്ള ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ജ്യോതിഷത്തിൽ പറയുന്ന ആളുകൾ ബലിപുരുഷകാരോപി ദൈവമപ്പി അതിവർത്തത, പുരുഷ പ്രയത്നം കൊണ്ട് ദൈവത്തെ മറികടക്കാമെന്ന് പറയും. അത് ഏതെങ്കിലും മോശം കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ ഫലത്തെ അതിവർത്തിക്കാം എന്നുള്ളതുകൊണ്ട് അതാണ് ദൈവം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലും ശരീരത്തിലും ഇത് രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും ശരീരത്തിലുണ്ട്, ശരീരത്തിലുള്ള എല്ലാ ശക്തികളും തന്നെയാണ് പ്രപഞ്ചത്തിലുള്ളത്. ഗംഗയും ഹിമാലയവും കേദാരവും ഒക്കെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ശാസ്ത്രീയമായി തന്നെ. അപ്പോൾ ആ ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ അനുഗ്രഹദായിയായി എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള പദ്ധതി കണ്ടെത്തിയ ഋഷിമാർ അതിനു വേണ്ടിയിട്ടാണ് ആ എനർജികളെ ദേവതാ രൂപമാക്കിയിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാന പദ്ധതികളിലൊക്കെ
നസിക്കുകയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വഴിയിൽ നമ്മൾ ഉപാസിച്ചാൽ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിശക്തി, മേധാശക്തി, ആരോഗ്യം, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പുരാതന ഭാരതം ഈ സമ്പത്തും അറിവും ഒക്കെ ഉണ്ടാക്കിയത്. അതിന് ആധാരമായിട്ടുള്ള എനർജിയെ ഉപാസിച്ച് ആ എനർജിയുടെ പ്രഭാവം നമ്മിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമൃദ്ധിയെ സൃഷ്ടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ദേവതകളാണ് ഈ ക്ഷേത്രങ്ങളിലുള്ളതൊക്കെ. മൂന്നാമത് ഈശ്വരൻ. ഈശ്വരൻ എല്ലാം ചേർന്നതാണ്. മുഴുവൻ പ്രപഞ്ചവുമാണ് ഈശ്വരൻ. നമ്മളും ആ ഈശ്വരനാണ്. ഈ പുല്ലും ഈശ്വരനാണ്, ചെടിയും ഈശ്വരനാണ്, എല്ലാം ഈശ്വരനാണ്. അത് ഒന്നും ചെയ്യുന്നില്ല, സാക്ഷിയാണ്. അങ്ങേയറ്റം പറയുന്നതാണെങ്കിൽ എല്ലാറ്റിനും സാക്ഷിയാണെന്ന് പറയും. സാക്ഷി എന്ന് പറയുമ്പോഴും വേറിട്ടൊരാളാണ്. ആ വ്യത്യാസം പോലും ഇല്ല. അപ്പോൾ ഈ ദേവതയെ സംബന്ധിച്ചിടത്തോളം ദേവതയ്ക്ക് ഭക്തിയല്ല, ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ പഴയ കാലത്തെ ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇതിനേക്കാൾ അറിവുണ്ടായിരുന്നു. പണ്ട് ഒരു സ്ഥലത്ത് കൊടിമരം വേണം എന്നുണ്ടെങ്കിൽ അന്ന് കൊടിമരം വയ്ക്കാൻ ഇന്നുള്ള ആളുകളെക്കാൾ കൂടുതലുള്ള കഴിവുമുണ്ടായിരുന്നു. പണമായിട്ടാണെങ്കിലും മറ്റുള്ള സൗകര്യങ്ങളായിട്ടാണെങ്കിലും ഒക്കെ. അന്നത്തെ കാലത്ത് ഒരാളത് വേണ്ട എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് നമ്മളവിടെ കൊണ്ടുവയ്ക്കുന്നത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ശബരിമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇന്ന് ആവശ്യമില്ലാത്തതാണ് കൊണ്ടുപോയി വച്ചത്. എല്ലാം നടക്കുന്നത് അനാവശ്യമാണ്. അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും പോകുന്നതും അല്ല, പോകുന്നതിന് സാമാജികമായിട്ടുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോഷണം പോകുന്നതിനനുസരിച്ചിട്ടുള്ള എല്ലാ നിയമ നടപടികളും എല്ലാ കാര്യങ്ങളും അവിടെ നടക്കണം. അത് എന്തിൻ്റെ മുതലാണെങ്കിലും, ഒരു കള്ളൻ്റെ മുതലിനാണെങ്കിൽ പോലും കള്ളൻ്റെ മുതൽ വേറെ ആൾ കെട്ടുകൊണ്ട് പോയാൽ വിജയ് മല്യാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതല്ല, നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു കള്ളൻ്റെ മുതൽ വേറെ ആൾ കെട്ടുകൊണ്ട് പോയാൽ അയാൾ കള്ളനായിരിക്കും. പക്ഷെ അയാളുടെ ഇത് വേറെ ആൾ കെട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ട് അത് കുറ്റം തന്നെയാണ്. അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കണം. ഈ സ്വത്ത് കള്ളൻ്റെ ആണെങ്കിൽ അത് കള്ളന് തന്നെ തിരിച്ചു കിട്ടുകയും വേണം. അതാണ് അതിലെ നിയമപരമായിട്ടുള്ളൊരു വിഷയം. അതിൽ ശാസ്ത്രീയപരമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതാണ്. ആ ദേവതയ്ക്ക് ശബരിമലയിൽ ഇന്ന് നടക്കുന്നതെല്ലാം വച്ചുകെട്ടാണ്, അനാവശ്യമാണ്. അവിടെയുള്ള ദേവതാ ചൈതന്യത്തെ ഇല്ലാതാക്കുന്നതാണ്. അത് തന്ത്രി തൊട്ട് അവിടെ നടക്കുന്നതൊക്കെ. അത് ശബരിമലയിൽ മാത്രമല്ല, ഇന്നുള്ള പല ക്ഷേത്രങ്ങളുടെയും ദേവതാ സങ്കേതങ്ങളുടെയും അവസ്ഥയും അങ്ങനെ തന്നെ.